ഒരിടവേളയ്ക്ക് ശേഷം ഉത്തർപ്രദേശിൽ വീണ്ടും എൻകൗണ്ടർ നടത്തിയിരിക്കുകയാണ് യോഗി ആദിത്യനാഥിന്റെ പോലീസ്. സംഭവം നടക്കുന്നത് യുപിയിലെ ഒരു ജിമ്മിലാണ്. സാധാരണ രീതിയിൽ പിറന്നാൾ ആഘോഷമൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായി കേക്ക് മുറിക്കും. അതാണ് സംഭവം. ഉത്തർപ്രദേശിൽ ജിം ഓപ്പറേറ്ററായ ജിതു സൈനിയുടെ പിറന്നാൾ ആഘോഷത്തിനിടെയാണ് സംഭവം ഉണ്ടായത്. അതായത് ആഘോഷത്തിനിടെ ജിതുവിന്റെ മുഖത്ത് സുഹൃത്തുക്കൾ കേക്ക് തേച്ചു. ഇതിൽ ദേഷ്യം വന്ന ജിതുവും അതോടൊപ്പം തന്നെ അമർദീപും തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടാകുന്നു. തർക്കം രൂക്ഷമായതോടെ അമർദീപിന്റെ സഹോദരൻ മനീഷിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ പ്രസ്താവന നടത്തുന്നു. അങ്ങനെ പ്രകോപനം രൂക്ഷമായതോടെ വെടിവെക്കുകയാണ് ചെയ്തത്. 3 പേരുടെയും തലയ്ക്കാണ് വെടിയേറ്റത്. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന യുവാക്കളെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പ്രദേശത്തെ ആധിപത്യത്തെ ചൊല്ലിയുള്ള മത്സരവും ഗ്രൂപ്പുകളും തമ്മിലുള്ള മുൻകാല ശത്രുതയുമാണ് ചെറിയ തർക്കത്തെ വലിയ ഒരു ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് യുപി പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൊലപാതകത്തിന് ശേഷം മുഖ്യ പ്രതിയായ ജിതു സൈനിയും കൂട്ടാളിയും ഒളിവിൽ പോയി. നിലവിൽ വരുന്ന പുതിയ വിവരമനുസരിച്ച് 3 കൊലക്കേസുകളിൽ പ്രതിയായ യുവാവിനെ പോലീസ് ഏറ്റുമുട്ടലിലാണ് കൊലപ്പെടുത്തിയത്. ഗുർജാർ മേഖലയിലെ RJS ഫിറ്റ്നസ് ജിം ഉടമയും ജിം ട്രെയിനറുമായ ജിതു സൈനിയാണ് കൊല്ലപ്പെട്ടത്. അടുത്തിടെ ഇതേ ജിമ്മിനുള്ളിൽ വെച്ച് നടന്ന ജിത്തുവിന്റെ പിറന്നാൾ ആഘോഷ പാർട്ടിയിലാണ് ബന്ധുക്കൾ കൂടിയായ 3 പേരെ ഇയാൾ വെടിവെച്ച് കൊന്നത്. തുടർന്ന് ഒളിവിൽ പോയിരുന്ന ജിതു സൈനിയെ കണ്ടെത്തുന്നവർക്ക് പോലീസ് 50,000 രൂപ പ്രതിഫലം പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ബുലന്ദ്ഷറിൽ ജിമ്മിൽ വെച്ച് ക്രൂരമായി 3 കൊലപാതകങ്ങൾ നടന്നത്. ജിതു സൈനിയുടെ പിറന്നാൾ ആഘോഷത്തിനിടയിൽ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ചിലർ അദ്ദേഹത്തിന്റെ മുഖത്ത് കേക്ക് തേച്ചത് ഇഷ്ടപ്പെടാത്തതായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ച പ്രധാന കാരണം. മദ്യത്തിന്റെ ലഹരിയിലായിരുന്ന പ്രതി ബന്ധുക്കൾ കൂടിയായ 3 യുവാക്കളെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ സ്കൂട്ടറിൽ വരികയായിരുന്ന ജിതുവിനെയും കൂട്ടാളിയെയും പോലീസ് തടയാൻ ശ്രമിച്ചുവെങ്കിലും ഇവർ പോലീസിന് നേരെ വെടി ഉയർത്തുകയായിരുന്നു. അങ്ങനെയാണ് പോലീസ് തിരിച്ചും വെടിവെച്ചത്. തുടർന്ന് പ്രത്യാക്രമണത്തിലാണ് ജിതുവിന് വെടിയേറ്റത്. ഉടൻ തന്നെ പോലീസ് ജീപ്പിൽ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊല്ലപ്പെട്ട ജിതു സൈനി മുമ്പ് SC/ST ആക്ട് പ്രകാരമുള്ള കേസുകളിലും പ്രതിയായിരുന്നു. സംഭവം നടന്ന ഉടൻ തന്നെ പ്രതികൾ രക്ഷപ്പെട്ടപ്പോൾ തന്നെ എത്രയും വേഗം പ്രതികളെ പിടിക്കാനായിട്ട് UP പോലീസ് തന്നെ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു. ടീമിൽ 6 പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് പ്രതികളെ പറ്റി എന്തെങ്കിലും വിവരം തരുന്നവർക്ക് 50,000 രൂപ പാരിതോഷികമൊക്കെ പ്രഖ്യാപിച്ചതും ഈ പ്രതിക്ക് എതിരെ വ്യാപകമായ തിരച്ചിൽ പോലീസ് നടത്തി വന്നതും.